ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു സ്കാലപ്പ് നെക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു ക്യാൻവാസ് എടുക്കുക, ഡബിൾ ഫോൾഡ് ചെയ്യുക. അതിനകത്ത് ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസാണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത് ആയിട്ട് 7 ഇഞ്ചസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് ആയിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഡ്രോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സ്കാലപ്പ് ഡിസൈൻ വരയ്ക്കാം. അതിനായിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്കാലപ്പ് ഡിസൈൻ ഇങ്ങനത്തെ ഒരു കർവി ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പാറ്റേൺ ട്രേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു സ്കാലപ്പ് പാറ്റേൺ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ക്യാൻവാസിലോട്ട് വെച്ചിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഒരു ബ്രിഡ്ജ് കൊടുക്കുക. അങ്ങനെ ഒരു ലൈൻ കൊടുക്കുക വീഡിയോയിൽ കാണുന്നത്. ഇനി ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഇതുപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ സ്ലോയിൽ ഇതുപോലെ സ്കാലപ്പ് കട്ട് ചെയ്തെടുക്കുക. ഓരോ എഡ്ജസും വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പീസ് ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസ് അതിനകത്ത് വെച്ച് നന്നായിട്ട് അയൺ ചെയ്യുക. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 എഡ്ജസും ഇതുപോലൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ 4 സൈഡിലും 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് 4 സൈഡും സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. അതിൻ്റെ സെൻറ്റർ പോർഷനും നമ്മുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത പീസിൻ്റെ സെൻറ്റർ പോർഷനും വെച്ചിട്ട് ഒരു സെൻറ്റർ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നെക്ക് ലൈൻ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ എത്തുമ്പോൾ ആ ഒരു കർവി ആയിട്ടുള്ള ആ ഒരു പോർഷൻസിലെല്ലാം നീഡിൽ ഇതുപോലെ കുത്തി നിർത്തി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുക. ഇനി ഇതിനെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ബാലൻസ് ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ ഓരോ കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. ഓരോ 1 ഇഞ്ച് ഗ്യാപ്പിലും ഓരോ കട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഫോൾഡ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു നെക്ക് ലൈനിലൂടെ ഒരു ടോപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.